ധനുഷിൻ്റെ അപ്കമിങ് മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതേ സിനിമയുടെ തന്നെ ടീസർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻറ്റയർ സ്റ്റാർ കാസ്റ്റിനെ ഓൾമോസ്റ്റ് കാണിച്ചിട്ടുണ്ട്. കരാന്നാണോ കാരാന്നാണോ എന്ന് മനസ്സിലായില്ല. കര, കുളം, കുളം, കര. ആ കരയാണോ അല്ലെങ്കിൽ കാര എന്നാണോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനിപ്പോൾ തൽക്കാലം കാര എന്ന് പറഞ്ഞുകൊണ്ട് പോവാം. അപ്പോൾ സ്റ്റാറിങ് ധനുഷ് ആൻഡ് നിറച്ച് മലയാളികൾ ആരൊക്കെയെന്ന് പറഞ്ഞാലട്ടെ, സുരാജ് ഏട്ടൻ, മമിത ബൈജു, അതുകൂടാണ്ട് വേറെ കുറേ മലയാളികൾ. പോർത്തൊഴിൽ എന്നുള്ള ഒരു കിഡിലൻ സിനിമയുടെ ഡയറക്ടറാണ് ഈ സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ പോർത്തൊഴിലിന് ശേഷം പുള്ളി എടുക്കുന്ന രണ്ടാമത്തെ സിനിമ റിലീസിങ് ഇൻ April 30th വേൾഡ് വൈഡ്, ഒൺലി ഇൻ സിനിമാസ്. ഓക്കെ. മ്യൂസിക് ഡയറക്ടർ GV പ്രകാശ് കുമാർ. ട്രെയിലർ എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രെയിലർ ഓൾമോസ്റ്റ് 2 മിനിറ്റും 28 സെക്കൻഡും ഫ്രം ദ റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടർ ഓഫ് പോർത്തൊഴിൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കം തന്നെ വേൽസ് ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞ് സംഭവം കാണിച്ചു, ഒരു പറമ്പ് കാണിക്കുന്നു, നല്ല ഷോട്ടും പരിപാടികളൊക്കെയാണ്. അതിനുശേഷം ഒരു വീഡിയോ കാണിക്കുന്നു. സിൽക്ക് സ്മിതയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ സൈഡിൽ. അതുകൊള്ളാല. ഒരു സൈഡിൽ ദൈവങ്ങളും റൈറ്റ് സൈഡിൽ സിൽക്ക് സ്മിതയും. പിന്നെ ഒരു കാലഘട്ടം കാണിക്കാനാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് പഴയ മറ്റേ ഇങ്ങനെ തുറക്കടക്കം ചെയ്യുന്ന ടൈപ്പ് TV ആണെന്നോ, അതാണത്. അതൊക്കെ പോലെ തന്നെ ഉണ്ടല്ലോ. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പണ്ട് അങ്ങനത്തെ സാധനം. റെഡ് ജയൻറ്റ് മൂവീസാണ്. ഇൻബൻ ഉദയാനിധി റിലീസ്. പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ എന്തോ കാണിക്കുന്നു. അതിനകത്ത് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറേ പോയി കഴിയുമ്പോഴേക്കും സുരാജ് ചേട്ടൻ കാണിക്കുമ്പോൾ നല്ല കാലക്കൻ ഇൻട്രോ. നല്ല സൂപ്പർ സാധനം കേട്ടോ. സുരാജ് ചേട്ടൻ ഇപ്പം മലയാള സിനിമയൊക്കെ കൂടുതൽ അഭിനയിക്കുന്നത് തമിഴ് പടങ്ങളാണോ? തമിഴിൽ ചെന്ന് പുള്ളി അവിടെ കസറാനുള്ള. ഈ കൊല്ലം തന്നെ ഞാൻ യൂത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛൻ റോള് ചെയ്ത് കണ്ടായിരുന്നു, അടിപൊളിയായിട്ട്. പിന്നെ അതുപോലെ ധനുഷ് ഇതിനകത്തൊരു കള്ളനാണെന്ന് തോന്നുന്നുണ്ട്. തിരുടൻ കള്ളനാണെന്നായിട്ടാണ് എനിക്ക് തോന്നണത്. എണ്ണൊക്കെ പറ്റി ഇറങ്ങിയിരിക്കണം. പിന്നെ അതെ അടുത്ത മലയാളി നമ്മുടെ ശ്രീജ രവി അമ്മയായിട്ട് ഇതിനകത്ത്. പുറകിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായ മുടിയൊക്കെ കണ്ടപ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇത് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ KS രവികുമാർ അല്ലേ? അതെ, പുള്ളിയാണല്ലോ. DOP തേനീശ്വർ. അപ്പോൾ കിട്ടിയ ഷോർട്സ് കാണാൻ ചാൻസ് ഉണ്ട്. മമിത ഇതിനകത്ത് ഭാര്യയായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അതെ, പക്ഷെ കണ്ടിട്ട് നല്ല പവർഫുൾ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. നല്ല ഇൻറ്റൻസിറ്റി കണ്ണിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും ആ ജനനായകൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ കണ്ട എഫക്റ്റ് അല്ല. ഇത് കൊള്ളാം. എനിക്ക് പേഴ്സണലി ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് മമിത ഇത് കലക്കുമെന്ന് എനിക്ക് തോന്നണം. അടിപൊളിയാകും എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടി ഇതിൽ നിന്ന്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ മച്ചനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇത് പല ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ല, പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവണില്ല. എന്തായാലും ഇതൊക്കെ പിന്നെ ജയറാം, അയ്യോ പറയാൻ പറ്റുമോ, അടുത്ത മലയാളി ജയറാം ഉണ്ട് ഇതിനകത്ത്. ജയറാം ഏട്ടനെ ഇതിനകത്ത് ഇടയിൽ ഒരു സ്ഥലത്ത് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട്. പെട്ടെന്ന് എവിടെയോ പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ടല്ലോ. സുരാജ് ചേട്ടനാണത് പോയി. സുരാജ് ചേട്ടൻ വില്ലൻ സ്കീമാണെന്ന് തോന്നുന്നുണ്ട്. ജയറാം ഏട്ടൻ കാണിച്ചായിരുന്നേ. ചേടാ ഞാൻ നേരത്തെ ഒരു ഇവിടെ കണ്ട് തന്നെ കാണിക്കുന്നുണ്ട്. നോക്കട്ടെ. കര, കുളം, കുളം, കര. ഇപ്പം എൻ്റെ വയൽ അത് വന്ന് പണ്ടാരം പാട്ട് പോകണമില്ലല്ലോ. ഇവിടെ എവിടെയോ കാണിച്ചായിരുന്നു. അതെ, ഇവിടെ ഫോൺ എടുക്കേണ്ട സീനുണ്ട്. അതെ, ജയറാമേട്ടൻ എന്തായാലും നല്ല റോള് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം. കൊണ്ടുപോയി മറ്റേ സാധാരണ തെലുങ്കും തമിഴ് സിനിമയിലും ജയറാമേട്ടന് കിട്ടുന്ന പോലത്തെ മൊണ്ണേഷ് റോളുകളല്ല, നല്ല റോള് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കാന്താരയിൽ ചാപ്റ്റർ 1 കിടിലൻ റോളാണ് ജയറാമേട്ടന് കിട്ടിയത് കിടിലൻ റോളായിരുന്നു. ആ ഒരു സാധനം പോലെ നല്ല റോൾ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു. കര എന്നാണ് തോന്നുന്നുണ്ട്. കര അല്ലെങ്കിൽ കാര. എവിടെയൊക്കെ എനിക്ക് മറ്റേ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ടൈപ്പ് ഓഫ് ഒരു വൈബൊക്കെ അടിച്ച്. അതിനകത്തും സുരാജ് ചേട്ടനായിരുന്നു. ശരിയാണല്ലോ. അപ്പോൾ മൊത്തത്തിലൊരു പൊളി സാധനം. ഒരു അസുരൻ അല്ലെങ്കിൽ ഒരു തൊണ്ടി മുതലും ദൃക്സാക്ഷി ടൈപ്പ് വൈബൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. ധനുഷിൻ്റെ മിക്ക സിനിമയും ധനുഷ് ഒന്നെങ്കിൽ ഒരു ഗാങ്സ്റ്ററോ അല്ലെങ്കിൽ വല്ല കള്ളനോ അതും അല്ലെങ്കിൽ വല്ല എന്താ പറയുക ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടർ ആയിക്കോട്ടെ. ധനുഷ് മിക്ക സിനിമയിലും ഓട്ടമാണ്. ഓക്കെ, പടവും ഓടിയാൽ മതിയായിരുന്നു നന്നായിട്ട്. ഓൾറെഡി നെറ്റ്ഫ്ലിക്സൊക്കെ വാങ്ങിയിട്ടുണ്ട് പടം. ഇതെവിടെ സൈഡിൽ നെറ്റ്ഫ്ലിക്സിന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെയാണല്ലോ ഇതേ നെറ്റ്ഫ്ലിക്സിന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി പടം എടുത്തിട്ടുണ്ട്. എന്തായാലും കരയായാലും കാരയായാലും സംഭവം ഓടിയാൽ മതി. തേനീശ്വരായിട്ട് നല്ല കിടിലൻ സിനിമാറ്റോഗ്രഫി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കിടിലൻ സിനിമാറ്റോഗ്രഫി. തേനീശ്വർ ചെയ്തിരിക്കുന്ന മറ്റുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാലേ, തേനീശ്വർ ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫർ ഇതാണ് തേനീശ്വർ.
പുള്ളിയുടെ പടങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേരൻപ്, കാലക്കൻ, തരമണി, നാച്ചിയാർ, കർണൻ, ബാച്ചിലർ, മാമണ്ണൻ, എബ്രാം ഹോസ്ലർ ചെയ്ത പുള്ളിയാണല്ലേ. അപ്പോൾ പുള്ളി വന്ന വഴി മനസ്സിലായി. ഓക്കെ. കർണൻ ആൻഡ് നൻപകൽ നേരത്തെ മയക്കം, ഓഫ് കോഴ്സ് കിട്ടില്ല ക്യാമറ വർക്ക്. വാഴ വേറെ ലെവൽ ക്യാമറ വർക്ക്. വീരധീരസൂരൻ, പിന്നെ വേറെ പുഴു പുള്ളി ചെയ്തായിരുന്നാ, അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ബാച്ചിലർ ഓക്കെ. അപ്പോൾ പൊളി പാവക്കഥയിലെ സെക്കൻഡ് ലവ് പണ്ണ ഉട്ടണം. ഓക്കെ, സെറ്റ് ഇറ്റ് ഫ്രീ. ഓക്കെ, എന്തായാലും ഒരു കിടിലൻ സിനിമാറ്റോഗ്രാഫറാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾ ആകെ കാണേണ്ടത് വാഴയെ തന്നെയാണ്. വാഴയെ തന്നെ കണ്ടാൽ മതി. കിടുക്കാച്ചി ക്യാമറ വർക്കാണ്. വാഴയെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. മാരി സെൽവരാജിൻ്റെ ഉഗ്രം പടമാണ്. മാരി സെൽവരാജ് ആയിട്ടാണ് പുള്ളി അസോസിയേറ്റ് ചെയ്യുന്നത്. അച്ചം 80 മതമയ്യല മറ്റേ സാധനം ഗൗതം വാസുദേവനുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമുള്ള പടമല്ല. അതിൻ്റെ ക്യാമറ വർക്കും പുള്ളി ചെയ്തിരിക്കുന്നു. അഡീഷണൽ സിനിമാറ്റോഗ്രാഫർ എന്ന് കാണിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ താഴെ കമൻറ്റ് ചെയ്യുക. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു എനി ധനുഷ് മൂവി. കാരണം ധനുഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തമിഴിൽ തന്നെ ഏറ്റവും കിടിലൻ പെർഫോമറിലായിട്ടുള്ള ഒരു നടനാണ്. ഭയങ്കര കഴിവാണ് അഭിനയിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ റൂറൽ ഏരിയാസിലുള്ള റോളുകൾ ചെയ്യാൻ ധനുഷ് വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ ലുക്കിംഗ് ഫോർവേഡ് ടു ഹിസ് എനി മൂവി. എന്തായാലും ഇത് കണ്ടു നോക്കാം. പിന്നെ റൈറ്റർ ആൻഡ് ഡയറക്ടറിലും വിശ്വാസമുണ്ട്. പോർത്തുഗലിൽ ഞാൻ തിയേറ്ററിൽ തന്നെ കണ്ട പടമായിരുന്നു. കിടിലൻ പടമായിരുന്നു. കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ മർഡർ മിസ്റ്ററി പടമാണ്. കിടിലായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റീവ് സംഭവമാണ്, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. കിടിലൻ പടമാണ്. പോർത്തുഗലിൽ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. എന്തായാലും ആ ഒരു സിനിമ കണ്ടുകൊണ്ട് എനിക്ക് ഈ സിനിമയിലും പ്രതീക്ഷയുണ്ട്. എന്തായാലും നല്ലൊരു സെറ്റ് ഓഫ് റൈറ്റർ ഡയറക്ടറും നല്ല കിടിലൻ കുറച്ച് ആക്ടേഴ്സും അതുപോലെ ധനുഷും ഒക്കെ കൂടി ചേർന്നുള്ളൊരു പടം. എന്തായാലും മലയാളികൾ തകർക്ക് കണ്ടാം. ഇപ്പം മമിത ആയാലും ശരി, സുരാജ് ചേട്ടനായാലും ശരി, എല്ലാവരും മറ്റുള്ള ലാംഗ്വേജിലും പോയി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ജനനായകനെ അറിയാമല്ല. ഇനി അത് കാരണം മമിതയ്ക്ക് ഒരു ചീത്തപ്പേരാവായിരുന്നാൽ മതി എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. കാരണം ഈ സിനിമകൾ ഇറങ്ങാതെ വരുമ്പോഴേക്കും അതിൽ അഭിനയിച്ചവർക്കും അതിൻ്റെ ഭാഗമായുള്ള ആൾക്കാർക്കും അവർക്ക് പ്രത്യേകിച്ച് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ അന്ധവിശ്വാസമുള്ള ടീമുകളുള്ള സ്ഥലമാണ്. അപ്പം അത് കാരണം ഇനി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ നടിമാർക്ക് തലയിൽ വെച്ച് കൊടുക്കുകയും ചെയ്യും. അതായത് ആ നടി മറ്റേ അഭിനയിച്ച് കഴിഞ്ഞാൽ എല്ലാ പടവും പൊട്ടും, അല്ലെങ്കിൽ ആ നടി അഭിനയിച്ച് കഴിഞ്ഞാൽ പടം ഇറങ്ങൂല എന്നൊക്കെ പറയാം. അമ്മാതിരി കണാപ്പൊന്നും ഉണ്ടാക്കി തലയിൽ വെച്ച് കൊടുക്കായിരുന്നു മതി മമിതയുടെ. എന്തായാലും ഇതിൽ കൊള്ളാം. ഇതിലാണ് എനിക്ക് മമിതനെ ഇപ്പോൾ കണ്ടിട്ടൊന്നും തൃപ്തി തോന്നിയത്. ജനനായകനെ കണ്ടിട്ട് എനിക്ക് തൃപ്തി തോന്നിയിട്ടുണ്ടായിരുന്നില്ല ട്രെയിലറൊന്നും കണ്ടിട്ട്. ജനനായകൻ പടം എന്തായാലും ഞാൻ ലീക്കായാലും ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ കാണൂല. കാരണം അതിപ്പോൾ എന്തൊക്കെയായാലും അതിപ്പോൾ അപരാധം പിടിച്ച പടമായി മാറിയാൽ പോലും ഞാനത് തിയേറ്ററിൽ കാണുള്ളൂ എന്ന് ഉറപ്പിച്ചാണ്. അതുകൊണ്ടാണ് അതിൻ്റെ റിവ്യൂ ചെയ്യാത്തത്. ഞാൻ എന്തായാലും അത് തിയേറ്ററിൽ വരികയാണെങ്കിൽ കാണും, അല്ലെങ്കിൽ വല്ല OTT വരികയാണെങ്കിൽ ഒഫീഷ്യലി വന്നാൽ കാണാം. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് എനിക്ക് മമിതേനെ വലിയ ബോധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പാട്ട് അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും കാണിച്ചില്ല. പക്ഷേ ഈവൻ എനിക്ക് ഒന്നാമത് അതിൻ്റെ ഒറിജിനൽ അതിൻ്റെ ഒറിജിനൽ പടത്തിൻ്റെ പേരെന്താണ്, അതായത് മറ്റേ ബലയ്യയുടെ പടം എന്തുവാണ് ആ പടത്തിൻ്റെ പേര്, എന്തുവാണ് ആ പടം, അതിനകത്ത് ശ്രീലയുടെ റോളല്ലേ. എനിക്ക് ആ പടവും ആ റോളും എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതും പിടിക്കാൻ വലിയ വഴിയൊന്നുമില്ല ജനനായകനില്ല. മമിത ആയതുകൊണ്ട് കണ്ടിരിക്കും, അത്രേ ഉള്ളൂ. ശരി, അപ്പോൾ മമിത ഓൾ ദി ബെസ്റ്റ്. സുരാജേട്ടൻ പിന്നെ അറിയാമല്ലോ, ഓൾറെഡി കിടലിനാണ്. തമിഴിൽ ചെന്ന് കാസറിക്കൊണ്ടിരിക്കുകയാണ്. പൊളി എന്തായാലും കൊള്ളാം. മമിത ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. റോള് എനിക്കിഷ്ടപ്പെട്ടു. ആ ഒരു ചെറിയ ഒരു പോർഷനെ കണ്ടുള്ളെങ്കിലും പവർഫുൾ പൊളിയായിട്ടുണ്ട്. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു എ ഗ്രേറ്റ് മൂവി. എന്തായാലും സംഭവം ഏപ്രിൽ 30. ഏപ്രിൽ 30 ക്ലാഷ് വരുമല്ലോ, കുറേ പടം ഉണ്ടല്ലോ. ശരി, എന്തായാലും കണ്ടു നോക്കാം. ഫസ്റ്റ് ഡേ ഞാൻ കാണൂടെ, അത് ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, ടാറ്റ.